ശർമാജി, 1201 ആണ്ട് മലയാള വർഷഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ 15 നാഴിക. ഈ വർഷം എങ്ങനെയായിരിക്കും? ഉത്രാടത്തിൽ കാൽ. ഈ വർഷം എങ്ങനെയാവും ധനുരാശി എന്ന് നമുക്ക് നോക്കാം അല്ലേ? ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കിട്ടാനുള്ള യോഗം, വിദ്യാർത്ഥികൾക്ക് നല്ല പഠിപ്പും വിദേശത്തൊക്കെ പോയി പഠിക്കാൻ അവസരങ്ങൾ ഇല്ലായിരുന്നു, ആ അവസരങ്ങളൊക്കെ വീണ്ടും പുതുക്കി വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ യോഗം, ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് അവസരം, വിദേശയാത്രയ്ക്ക് അനുകൂലമായ കാലം, അതിന് ശ്രമിക്കുന്നവർക്ക്, കല്യാണാദി തടസ്സങ്ങളുണ്ടായിരുന്നവർക്ക് കല്യാണം മുതലായതൊക്കെ നടക്കാനും, വസ്തു വീട് മുതലായ ക്രയവിക്രയം ചെയ്യുവാനോ, വസ്തുക്കൾ വീടും പുതിയതുണ്ടാവാനോ ഒക്കെ ഉള്ള സാധ്യതയും, വാഹനം മുതലായവയും ഭാഗ്യദേവത കടാക്ഷിക്കുന്ന കാലഘട്ടവും, പുതിയ തൊഴിലവസരങ്ങൾ വരുന്ന കാലഘട്ടങ്ങളും, എന്നാൽ എല്ലാവിധ ഭാഗ്യങ്ങളും മംഗളങ്ങളും ഐശ്വര്യങ്ങളും ഗ്രഹവസ്തുവാഹന കനകവേഷഭൂഷണാദികളും പുതിയ തൊഴിൽ രംഗങ്ങൾ മാടി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ഇവയെല്ലാം എൻജോയ് ചെയ്യാനുള്ള, സന്തോഷിക്കാനുള്ള ആ ഒരു ഭാഗ്യം 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഒരു കുണ്ഠിതമുണ്ടായിക്കൊണ്ടിരിക്കും. അനുഭവയോഗ്യം കുറഞ്ഞിരിക്കുമെന്ന അർത്ഥം. എപ്പോൾ വരുന്ന മെയ് മാസം മുതൽ വ്യാജഗ്രഹം അഷ്ടമത്തിലേക്ക് എടുക്കുന്നത് കൊണ്ട് മാതാവിനും മാതൃവഴി ബന്ധുക്കളെ കൊണ്ടും ക്ലേശവും, പിതാവിന് പിതൃവഴി ബന്ധുക്കളെ കൊണ്ടും ഇണയെ കൊണ്ട് ക്ലേശങ്ങളും, ആരോഗ്യഹാനിയും ശത്രുവർദ്ധനവും, വേറെ ഏതെങ്കിലും അബദ്ധം, അമളി, ചതി, വഞ്ചന, കെണി ഇങ്ങനെയുള്ളത് ചെന്ന് വീഴാനുള്ള സാധ്യതയുമുണ്ട്. ഉദരവ്യാധിയും ത്വക്ക് രോഗങ്ങളും വാഹനാപകടങ്ങളും കരുതിയിരിക്കണം. അത്ഭുതകരമായി രക്ഷപ്പെടാവുന്നൊരു കാലഘട്ടമാണ് ഏപ്രിൽ മെയ് മാസം വരെ. തൊഴിൽ മേഖല, സാമ്പത്തിക മേഖല, ഭാഗ്യദേവത, അതുപോലെ തന്നെ പ്രതീക്ഷകൾ, വസ്തു വീട് മുതലായതൊക്കെ പണിയാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ക്രയവിക്രയം നടത്തി മാറാനോ ഒക്കെയുള്ള ഒരു കാലഘട്ടങ്ങളാണ്. ദോഷകാഠിന്യങ്ങൾ മാറ്റുവാനായി ശിവങ്ക ജലധാര, പിറകുവിളക്ക്, കോവളമാല, മൃത്യുഞ്ജയം എന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഈ നല്ല സുവർണാവസരം വന്നതിന് ശേഷം വരുന്ന ഒരു കഷ്ടകാല സമയങ്ങളും ഈ വർഷാന്ത്യം മുതൽ തുടങ്ങുമെന്നാണ്. അത് അവനവനും ഇണയ്ക്കും മാതാവിനും ആരോഗ്യത്തെയും പ്രസ്ഥാനത്തെയും സമ്പത്തിനെയും തൊഴിൽ മേഖലയെയും ഇണയെയും ഒക്കെ ബാധിക്കുന്ന ദോഷങ്ങളാണ്. തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും. മെയ് മാസം മുതൽ മെയ് മാസം വരെ നല്ല കാലഘട്ടങ്ങളാണ്. ഈ പറഞ്ഞ ദോഷ പ്രതിവിധികൾ, നീരാഞ്ജനം, എള്ളുപായസം, ശനിയാഴ്ച ഒരിക്കൽ ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്ത് ദോഷകാഠിന്യം കുറച്ച് വന്നാൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കും, ദോഷകാഠിന്യങ്ങൾ കുറഞ്ഞിരിക്കും.